എന്താ മുഖ്യം? സൗഖ്യം ദാ മുഖ്യം. ഓക്കെ, ചാറ്റ് ബോക്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യാട്ടോ. മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞതല്ലേ, ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെ കൈകാലുകളൊക്കെ ഒന്ന് ഇളക്കുക. നമ്മുടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ മാജിക് മോർണിംഗ് എന്നൊക്കെ ടൈപ്പ് ചെയ്യുക. സോ ഇന്നത്തെ പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ ആരെങ്കിലും? ലോ ഓഫ് അട്രാക്ഷൻ. കുറച്ച് ഗ്യാപ്പുകൾക്ക് ശേഷം നമ്മുടെ സേഫ് സാറ് ലോ ഓഫ് അട്രാക്ഷന്റെ ടോപ്പിക് എടുക്കുകയാണ് ഇന്ന്. അപ്പോ ഇതിലിപ്പം സേഫ് സാർ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ? അറിയില്ല. ഓക്കെ, ഫൈൻ. അപ്പം ഇല്ലാന്ന് കരുതുന്നു. സോ നമ്മുടെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സേഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ പ്ലീസ് വെൽക്കം. താങ്ക് യു മുഫീദ. താങ്ക് യു. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. മോട്ടിവേഷൻ ആൻഡ് ഡിസിപ്ലിൻ. ഓക്കെ, ഈ മാജിക്കില് പല ആളുകളും ഒരുപാട് കാലങ്ങളായിട്ട് പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവരുദ്ദേശിച്ച ഭാഗങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഒരു ലൈഫിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബിസിനസ് എനിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 2024 എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ, ഒരു 4-5 ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റി. പുതിയ ഓഫീസുകൾ തുടങ്ങാൻ പറ്റി. കാലിക്കറ്റ് ഓഫീസ് തുടങ്ങാൻ പറ്റി. അങ്ങനെ ഒരു ട്രെയിനിങ് അനൗൺസ് ചെയ്യാൻ പറ്റി. ഒരുപാട് ഘടകങ്ങൾ ഒന്നിച്ചുകൂടിയ ഒരു വർഷമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10x ഗ്രോത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ഇയർ. ഫിനാൻഷ്യലി ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഒരു 10x ഗ്രോത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ഇയർ ആണ് ശരിക്കും ഈ ഒരു 2024 എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ എത്രയോ ഇരട്ടി ആയിരിക്കും ഇനി വരാൻ പോകുന്ന കുറച്ച് മാസങ്ങൾ തന്നെ സംഭവിക്കുക. അപ്പൊ എങ്ങനെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? നമുക്കൊരു എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്യാം, അത് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അത്തരം കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പോവുക. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ് ഒരു ഡിസ്കഷൻസ് ആവാം, എന്നിട്ട് ഞാനൊരു PPT നമുക്ക് പോവാം. മോട്ടിവേഷൻ ആൻഡ് ഡിസിപ്ലിൻ. എന്താണ് മോട്ടിവേഷനും ഡിസിപ്ലിനും? ആദ്യത്തെ ക്വസ്റ്റ്യൻ, മോട്ടിവേഷൻ നമുക്ക് ലൈഫിൽ ആവശ്യമാണോ ഇല്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. യെസ് ഓർ നോ. മോട്ടിവേഷൻ ലൈഫിൽ ആവശ്യമാണോ അല്ല? യെസ് ഓർ നോ. ബഷീർ സാർ പറയുന്നു യെസ്, വിൻസിമാൻ പറയുന്നു, എല്ലാവരും പറയുന്നു യെസ്. ഓക്കെ, ഇനി എൻ്റെ അടുത്തൊരു ചോദ്യം ഇതാണ്, മോട്ടിവേറ്റഡ് ആയതുകൊണ്ട് ഒരാൾ സക്സസ് ആവുമല്ലേ? ഒരാൾ മോട്ടിവേറ്റഡ് ആയി അതുകൊണ്ട് സക്സസ് ആവുമല്ലേ? യെസ് ഓർ നോ? സാർ പറയുന്നു നോ. പ്രീതമൻ പറയുന്നു നോ. അല്ലെ, മോട്ടിവേറ്റഡ് ആയതുകൊണ്ട് സക്സസ് ആവില്ല. ഓക്കെ, അപ്പൊ ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ, എന്താണ് ഈ മോട്ടിവേഷനും ഡിസിപ്ലിനും തമ്മിലുള്ള മാറ്റം? എന്താണ് ഈ മോട്ടിവേഷനും ഡിസിപ്ലിനും തമ്മിലുള്ള മാറ്റം? മോട്ടിവേറ്റഡ് ആയതുകൊണ്ട് മാത്രം നമ്മൾ സക്സസ് ആവില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. എന്താണ് ഈ മാറ്റം? എന്താണ് മാറ്റം? മോട്ടിവേഷൻ കൊണ്ട് കിട്ടിയ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് ഡിസിപ്ലിൻ. വെരി ഗുഡ്. മോട്ടിവേഷൻ കൊണ്ട് കിട്ടിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് ഡിസിപ്ലിൻ. എക്സാക്ട് ആൻസർ. ഓക്കെ, ഞാൻ ഈ മോട്ടിവേഷനും ഡിസിപ്ലിനും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ പല ആളുകളും ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവാം. ഓക്കെ, ഞാനൊന്ന് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടല്ലേ? കാണാൻ പറ്റുന്നുണ്ട്? കേൾക്കുന്നില്ല. എന്താ കണ്ടത്? വീഡിയോ എന്താ കണ്ടത്?
ഹലോ, വീഡിയോയിൽ എന്താ കണ്ടേ? എന്താ ഒരു ജീവി ഇങ്ങനെ പോണത്. ആമയും മുയലും. ആമയും മുയലും. ആരാ വിജയിച്ചേ? ആമ. ആമ വിജയിച്ചു അല്ലേ? ആർക്കാ മോട്ടിവേഷൻ കിട്ടി? ആരാ മോട്ടിവേറ്റഡ് സ്റ്റാർട്ട് ചെയ്തേ? മുയല്. മുയൽ. മുയൽ അല്ലേ? മുയലിന് ഇങ്ങനെ മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്, മുയലിനെ തട്ടി കൊടുക്കുന്നുണ്ട്. മോയലിന്റെ പിന്നാലെ ഒരു തട്ടുന്നൊക്കെ ഉണ്ട്. എന്താണ്? മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി. അപ്പോ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ മോട്ടിവേഷൻ. ആക്ച്വലി എന്താണ് മോട്ടിവേഷൻ, എന്താണ് അതിന്റെ ഡെഫിനിഷൻസ്? മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി മോട്ടിവേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ ഡ്രൈവ് ടു പുഷ് യു ടു അച്ചീവ് യുവർ ഗോൾ. നമുക്കൊരു കിക്ക് സ്റ്റാർട്ട് കിട്ടാൻ, ഒരു സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ലൈഫിൽ സ്റ്റക്ക് ആയിരിക്കുന്ന സമയത്ത്, ഇപ്പൊ എൻ്റെ ഒക്കെ പേഴ്സണൽ ലൈഫിൽ ഞാൻ സ്റ്റക്ക് ആയിരിക്കുന്ന സമയത്ത് കുറച്ച് മോട്ടിവേഷൻ കിട്ടുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ലൈഫിലേക്ക് വരണം എന്നുള്ള ആദ്യത്തെ ഒരു ഇന്ത്യയുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാക്കി തരാൻ മോട്ടിവേഷൻ സാധിക്കും. നിങ്ങളെ കൊണ്ടേ അത് പറ്റും എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് മോട്ടിവേറ്റഡ് ആവും അല്ലേ? നിന്നെ കൊണ്ടത് പറ്റും, നീ അത് ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് എനർജി ഒക്കെ തരുന്ന ഒരു നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഒരു പുഷിങ്, ഒരു ഇന്റേണൽ പുഷിങ് ആണ് എന്ത് ചെയ്യാം മോട്ടിവേഷൻ നിങ്ങൾക്ക് തരും. ഇന്റേണൽ പുഷിങ് എന്താണ്? ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ത്വര ഉണ്ടാക്കി തരും. ഇങ്ങനൊന്നും എനിക്ക് ജീവിച്ചാൽ പോരാ, എനിക്കും പൈസ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള ഒരു ത്വര ഉണ്ടാക്കിയത്. ഇതുപോലെ സുരേഷ് ഗോപിന്റെ ഒക്കെ ഒരു സിനിമ കാണുന്നത് പോലെ അല്ലെ? നല്ല ഫൈറ്റ് ഒക്കെ ഉള്ള സിനിമ കാണുമ്പോൾ നമുക്ക് അപ്പൊ പുല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് തോന്നും എനിക്കും വേണം ഒരു IPS ഓഫീസർ ആവുക അല്ലെ? അല്ലെങ്കിൽ ഒരു ഡോണൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഒരു ഇന്റേണൽ തോട്ട്സ് അല്ലെങ്കിൽ ഇന്റേണൽ സംഭവം എന്ത് ചെയ്യാം? മോട്ടിവേഷൻ ഉണ്ടാക്കുക. പിന്നെ എന്താ ഈ മോട്ടിവേഷൻ നമ്മളുടെ എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ ഓഫൺ ഫ്യൂൾഡ് ബൈ ഇമോഷൻസ്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഇമോഷൻസിനനുസരിച്ചിട്ടാണ് നമ്മൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവുക. ഓക്കെ, അതിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇമോഷൻസ് അനുസരിച്ചിട്ടാണ് മോട്ടിവേറ്റഡ് ആവുക. അതിനൊരു എക്സാമ്പിൾ ആണ് നമുക്കൊരു പുതിയ പ്രൊജക്ട്, പുതിയൊരു ബിസിനസ്, പുതിയൊരു കാര്യങ്ങൾ, ജിമ്മിൽ പോകണം എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു സംഭവമാണ് എന്ത് പറയാം? മോട്ടിവേഷൻ എന്ന് പറയാം. പക്ഷെ മോട്ടിവേഷൻ എന്തേ ഉള്ളൂ? അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ മോട്ടിവേഷൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. എവിടേക്ക് ഹെൽപ്പ് ചെയ്യില്ല? ഫിനിഷ് ചെയ്യാൻ മോട്ടിവേഷൻ ഹെൽപ്പ് ചെയ്യില്ല. ഓക്കെ, സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഫീലിംഗ് ടു എക്സൈറ്റഡ് അബൌട്ട് സ്റ്റാർട്ടിങ് എ ന്യൂ പ്രൊജക്ട്. ഒരു പുതിയ ബിസിനസ് തുടങ്ങണം, ഒരു കാര്യങ്ങൾ തുടങ്ങണം, നിലവിലുള്ള ജോലിയൊക്കെ രാജിവെച്ച് ഭയങ്കര സംഭവമായിട്ട് ഇനി ഞാൻ സംഭവമായിരിക്കും 2025 വരാണ്, അങ്ങോട്ടാവും ഇങ്ങോട്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും. ഈ സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് സഹായിക്കും? മോട്ടിവേഷൻ സഹായിക്കും. ഫിനിഷ് ചെയ്യാൻ മോട്ടിവേഷൻ സഹായിക്കോ? ഒരു ബുക്ക് മേടിക്കാൻ നിങ്ങൾ എന്ത് സഹായിക്കും? മോട്ടിവേഷൻ സഹായിക്കും. ജിമ്മിൽ ജോയിൻ ചെയ്യാൻ എന്ത് സഹായിക്കും? മോട്ടിവേഷൻ സഹായിക്കും. നിങ്ങൾ ബുക്ക് മേടിച്ചത് കൊണ്ടോ ജിമ്മിൽ ജോയിൻ ചെയ്തത് കൊണ്ടോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോ? യെസ് ഓർ നോ? പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ബിസിനസ് കിട്ടുമോ? സോറി, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോ? യെസ് ഓർ? ഇല്ല അല്ലേ? അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്താവണം? മോട്ടിവേഷന്റെ അപ്പുറത്തേക്ക് ഡിസിപ്ലിൻഡ് ആവണം, സെൽഫ് ഡിസിപ്ലിൻഡ് ആവണം. എന്താണ് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ദ എബിലിറ്റി ടു സ്റ്റിക്ക് ഓൺ ടു പ്ലാൻ ഓർ ടാസ്ക് റിഗാർഡ്ലെസ് ഓഫ് ഹൗ യു ഫീൽ. ഒരാളുടെ ലൈഫിൽ സക്സസ് ആവാൻ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ടിപ്പിന്റെ ആവശ്യമില്ല. എന്താണ്? അയാൾ നിശ്ചയിച്ച പ്ലാനില് അല്ലെങ്കിൽ അയാൾ കൊണ്ടുവന്ന ടാസ്കില് അയാൾ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ജേർണി, അതിൽ അയാൾക്ക് പുറത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അയാളുടെ മൂഡോ കാര്യങ്ങളൊന്നും അയാളെ ബാധിക്കില്ല. അവിടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എക്സാക്ട്ലി വർക്ക് ആവുക. നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത് ഒരാളുടെ സക്സസ് എന്ന് പറയുന്നത് ചെറിയൊരു സമയത്തിനുള്ളിൽ സംഭവിച്ചാണെന്ന്. മോട്ടിവേഷനൊക്കെ അപ്പുറത്തേക്ക് ലോ ഓഫ് അട്രാക്ഷനിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാള് അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട്, നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകൾ നമ്മളിങ്ങനെ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാതെ നമ്മുടെ പുറത്ത് നടക്കുന്ന നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ പറയുന്നത് നോക്കാതെ അയാളുടെ വിശ്വാസം അനുസരിച്ചിട്ട് അയാൾ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് എന്ത്? അയാളുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. പല ആളുകളും ഗോള് സെറ്റ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് വിജയിക്കുന്നില്ല വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഫിനാൻഷ്യൽ ഗ്രോത്ത് കാണാൻ സാധിക്കില്ല. അപ്പൊ അവർ ഫെയിൽഡ് ആവും. അവർ പറയും ഇതുകൊണ്ടൊന്നും കാര്യമില്ല, എനിക്ക് ഇതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, ഞാൻ കുറെ ഗോൾ സെറ്റിങ്സ് ഒക്കെ നടത്തിയതാണ്, ഞാൻ അങ്ങനെ ചെയ്താണ് ഇങ്ങനെ ചെയ്താണ്. ഓക്കെ, എന്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ ഞാനും ഒരുപാട് ആ സ്ട്രഗ്ലിങ്ങിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയത്തും അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഓഫീസുകൾ വരും, ഞാൻ ഉദ്ദേശിക്കുന്ന ടീം മെമ്പേഴ്സ് വരും, ഞാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് ഗ്രോത്തുകൾ വരും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തേക്കുള്ള ഗ്രോത്തുകൾ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തേക്ക്, അതായത് നമ്മളിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ പല ആളുകൾ വരും. അപ്പൊ എന്റെയൊക്കെ ലൈഫിൽ വന്നിരിക്കുന്ന പല ആളുകളും വന്ന് അവർക്ക് ബിസിനസ് കൺസൾട്ടേഷനെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ ചോദിക്കും, ചിലപ്പോൾ അവർ സാർ ഒന്ന് മീറ്റ് ചെയ്യണമല്ലോ, മീറ്റ് ചെയ്യാം. ആ മീറ്റിംഗ് കഴിയുമ്പോൾ ചിലപ്പോൾ പുതിയൊരു ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും.
എങ്കിൽ പിന്നെ നിങ്ങൾക്കും കൂടി ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഫണ്ടൊന്നും എന്ത് ചെയ്യണ്ട, തരണ്ട, നിങ്ങളുടെ ബിസിനസ് ഒക്കെ നോക്കി നടത്തി തന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി. എപ്പോഴാണ് അത് ഫീൽ ചെയ്യുക? അത് ഫീൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കാതെ. അപ്പൊ എൻ്റെ അടുത്തേക്ക് ഫൈനലി ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത്, സൈഫ് ഞാൻ എന്തുകൊണ്ടാണ് നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നീ ആ യൂട്യൂബ് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് 2-3 വർഷങ്ങൾ 4 വർഷമായിട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, നിനക്ക് അതിൽ നിന്ന് ഒരുപാട് സംഭവങ്ങളൊന്നും കിട്ടുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നിട്ടും നീ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരാൾ വരികയാണ്, ഒരു അപ്സ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നതിൽ അപ്പോൾ നിങ്ങൾക്ക് മൂഡുകൾക്ക് അനുസരിച്ചിട്ടല്ലാതെ, നിങ്ങളുടെ മൂഡ് ഗുഡ് ആണെങ്കിൽ ബാഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് പ്ലാൻ ആണോ എന്ത് ആക്ഷൻ ആണോ എടുത്തിരിക്കുന്നത് അതിലേക്കുള്ള സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള നിങ്ങളുടെ എബിലിറ്റി ആണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ജിമ്മിൽ ജോയിൻ ചെയ്യാനല്ല, ജോയിൻ ചെയ്ത ജിമ്മിൽ നിങ്ങളുടെ ആ ഒരു സംഭവങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള, പുസ്തകം മേടിക്കാനല്ല, മേടിച്ച പുസ്തകം വായിക്കാനുള്ള നിങ്ങളുടെ എബിലിറ്റി ആണ് നിങ്ങൾ സക്സസ് ആവുമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. രണ്ടാമത്തെ എന്താണ്? സെൽഫ് കൺട്രോൾ ആൻഡ് കൺസിസ്റ്റൻസി. ഇതിന് ആവശ്യമായിട്ടുള്ളതാണ്. നേരത്തെ ആവശ്യമായിട്ടുള്ളതാണ്, നേരത്തെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പറഞ്ഞാൽ ഇമോഷൻസും ആഗ്രഹമാണെങ്കിൽ, ഇമോഷൻസും ആഗ്രഹവും ഈ ലോകത്തിൽ 100% ആളുകൾക്കുണ്ട്. പക്ഷെ ഈ 5% ആളുകളുടെ ഡിഫറൻസ് എന്താണ്? 5% ആളുകൾക്ക് സെൽഫ് കൺട്രോളും കൺസിസ്റ്റൻസി ഉണ്ട്. ആ 5% ആളുകൾ ബാക്കി 95% ആളുകളെക്കാളും മുകളിലേക്ക് പോകുന്നു. സെൽഫ് കൺട്രോൾ ആൻഡ് കൺസിസ്റ്റൻസി. അയാൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഞാനൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എന്താണെന്നല്ല, അതൊരു 5 വർഷം കഴിഞ്ഞാൽ, 3 വർഷം കഴിഞ്ഞാൽ, 2 വർഷം കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്താൻ ഞാൻ ഇന്ന് എന്ത് ആക്ഷൻ സഞ്ചരണം എടുക്കണം, ഇന്ന് എന്ത് 5 സ്റ്റെപ്പുകൾ എടുക്കണം, നാളെ റിസൾട്ട് കിട്ടാനും വേണ്ടിയിട്ട്. എവിടെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക? ഞാൻ ആഗ്രഹിക്കുന്ന ആ ലൈഫിലേക്ക് എത്തണമെങ്കിൽ എന്ത് റിസൾട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പൊ എനിക്ക് കിട്ടിയില്ല, ഓക്കെ, പക്ഷെ അയാൾ ആ നിധി തേടിക്കൊണ്ടേയിരിക്കണം. അയാൾക്ക് ഉറപ്പാണ് ആ ഒരു പ്രദേശത്ത് എവിടെയോ നിധി ഉണ്ടെന്ന് അയാളുടെ പൂർവികർ അയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ നിധി ഉണ്ട്. ഒരു നിധി കുഴിക്കാനും വേണ്ടിയിട്ട് ഒരു 10 മക്കളുണ്ടെങ്കിൽ 10 മക്കൾ ഇറങ്ങി, 10 മക്കൾ ഇറങ്ങിയിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇവിടെ നിധി ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് 3 ആൾക്കാർ പോയി. പിന്നെ ഇങ്ങനെ പോയി അവസാനം ഒരാൾ അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് അയാൾ 6 വർഷം വർക്ക് ചെയ്തപ്പോൾ അയാൾക്ക് അതിൽ നിധി കിട്ടി. അപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ കളിയാക്കി. അപ്പൊ ബാക്കിയുള്ള ആളുകൾക്ക് കളിയാക്കിയപ്പോൾ അയാൾക്ക് എന്ത് ചെയ്തു? നിധി കിട്ടി. എന്നതുപോലെ നിങ്ങളുടെ നിധി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? സെൽഫ് കൺട്രോൾ. എന്താണ് എക്സാമ്പിൾ? എന്താ? കണ്ടിന്യൂയിങ് ടു ഓൺ ആ പ്രൊജക്ട് ഈവൻ വെൻ യു ഡോണ്ട് ഫീൽ മോട്ടിവേറ്റഡ്. നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആവാത്ത സമയത്തും, നിങ്ങൾ ഡൗൺ ആവുന്ന സമയത്തും, നിങ്ങൾ അതിൽ ആ ഒരു വർക്കിൽ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വർക്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക? ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല. കാരണം എന്താ? അയാളുടെ തിങ്കിങ് പാറ്റേൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഡിസ്കണക്ട് ആയിക്കൊണ്ടിരിക്കും. ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളുടെ തിങ്കിങ് പാറ്റേൺ എന്തായിരിക്കും? ഡിസ്കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്യാം, ഒരു ക്ലാസ് ഒക്കെ കേട്ട് ബാക്കിയൊക്കെ കേട്ടിട്ട് ഞാൻ തുടങ്ങിയിട്ട് എന്ത് ചെയ്യും? കുറച്ചുമ്പോൾ വീണ്ടും ഡൗൺ ആവുമ്പോൾ അയാൾ എന്ത് ചെയ്യൂല? അയാളുടെ പ്രൊജക്റ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. അയാൾക്ക് ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. അയാൾക്ക് ഒരിക്കലും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും നെഗറ്റീവായിട്ട്. അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ടിലേക്ക് അദ്ദേഹത്തിന് ഒരിക്കലും എത്താൻ സാധിക്കില്ല. അയാൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന്റെ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ അയാൾക്ക് കുറേ പ്രശ്നങ്ങൾ കാണാൻ സാധിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും. എനിക്ക് ആ ചലഞ്ചസിനൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കും. അല്ലാതെ നമ്മൾ കുറെ ക്ലാസ് എടുക്കുന്നതുകൊണ്ടോ, കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ, കുറെ പുസ്തകം വായിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ആ ഒരു സെൽഫ് കൺട്രോളും കൺസിസ്റ്റൻസി നിങ്ങൾക്ക് എത്രമാത്രം കീപ്പ് ചെയ്യാൻ സാധിക്കുമോ അത്രമാത്രമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ടാവുക? റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. എത്രമാത്രമാണോ നിങ്ങളുടെ ആ ഒരു സെൽഫ് കൺട്രോൾ ആൻഡ് കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുക, അതാണ് നിങ്ങളുടെ റിസൾട്ട്. നിങ്ങൾ എവിടെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്, എവിടെ നിങ്ങൾ ഫിനിഷ് ചെയ്തു എന്നുള്ളതായിരിക്കണം നമ്മുടെ എയിം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഒരു ഏറെക്കുറെ ഡിസിപ്ലിനും മോട്ടിവേഷനും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് അതിന് വേണ്ട റിക്വയർമെന്റ്സ് എന്ന് മനസ്സിലായി. ഒന്നിന് വേണ്ടത് എന്താണ്? ഒന്നിന് വേണ്ടത് ആഗ്രഹങ്ങളും ഇമോഷൻസും ആണ്, അല്ലെ? ആഗ്രഹം ഇമോഷൻസും കോമൺ ഉണ്ടാവുന്നതാണ്. സെക്കൻഡ് വേണ്ടത് എന്താണ്? നിങ്ങൾക്ക് ഡിസിപ്ലിൻ ആണെങ്കിൽ വേണ്ടത് എന്താണ്? ആഗ്രഹവും ഇമോഷൻസും ഉണ്ടായിട്ട് കാര്യമില്ല.
സെൽഫ് കൺട്രോൾ ആൻഡ് കൺസിസ്റ്റൻസി. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ആഗ്രഹവും ഇമോഷൻസും അവിടെ വെക്കുക. അത് കോമൺലി എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഈ സെൽഫ് കൺട്രോൾ ആൻഡ് കൺസിസ്റ്റൻസി ഉണ്ടോ? ആ സെൽഫ് കൺട്രോൾ ആൻഡ് കൺസിസ്റ്റൻസി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുക? ഓക്കെ, അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുക. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം മോട്ടിവേഷനും ഒക്കെ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേം വേർഡ്സ് ലോങ് ടേം ഉള്ളതാണ്. ഓക്കെ, മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഷോർട്ട് ടേമിലേക്കുള്ള സംഭവമാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ മോട്ടിവേഷൻ ക്ലാസ്സിൽ പങ്കെടുത്തു, ഒരു 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മോട്ടിവേഷൻ ക്ലാസ്സിന്റെ എനർജി ഉണ്ടാവുമോ? യെസ് ഓർ നോ? ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. എത്ര ദിവസം ഉണ്ടാവും? ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചു, നിങ്ങൾക്ക് കുറെ അറിവ് കിട്ടി, എത്ര കാലം നിങ്ങൾ അത് മോട്ടിവേറ്റ് ചെയ്യും? എത്ര സമയത്തേക്ക് ഉണ്ടാവും? ഒരു മാക്സിമം നിങ്ങൾക്കൊരു 7 days to 21 days ഉണ്ടാവും. ആ 21 days കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഇറങ്ങിപ്പോകും. ക്ലിയർ ആണോ? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആൻഡ് പ്രോഗ്രസ് ആണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളുകളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്താൻ എത്ര വർഷം നിങ്ങൾ കാത്തിരിക്കാൻ റെഡിയാണ്? എത്ര വർഷം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്? നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ 2024 എത്ര വർഷം കൊണ്ട് നിങ്ങൾ അത് സക്സസ് ആവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? എത്ര വർഷം വരെ അതിന്റെ സക്സസിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ? നിങ്ങളിപ്പോൾ പുതിയൊരു പ്രൊഫഷനിലേക്ക് മാറാം, എത്ര വർഷം നിങ്ങൾ അതിന്റെ സക്സസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും ആ ഒരു ലോങ് ടേം ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആൻഡ് പ്രോഗ്രസ്സിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാൻ എത്ര കഴിയുന്നുണ്ടെന്ന്? ബിമാജിക്ക് എത്ര ക്ലാസ്സുകൾ പിന്നിട്ടു? ബിമാജിക്ക് എത്ര ക്ലാസ്സുകൾ പിന്നിട്ടു? എത്ര ക്ലാസ്സുകൾ പിന്നിട്ടു? 1651. 1651 അല്ലേ? 1651 ക്ലാസ്സുകൾ പിന്നിടുമ്പോൾ 2019 എൻ്റെ ഒരു പ്രൊഫൈല് പറയുമ്പോൾ സെയ്ഫ് ആളപ്പുറം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രൊഫൈല് പറയാനില്ല, കാര്യമായിട്ടൊരു പ്രൊഫൈല് പറയാനില്ല. ഓക്കെ, ഇന്ന് എൻ്റെ പ്രൊഫൈല് പറയുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും ഞാൻ ബിമാജിക് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടറാണ്. ആ കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടർ എന്നുള്ള നിലക്ക് എനിക്ക് ആ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത 1600-ലധികം ക്ലാസ്സുകൾ അത് പിന്നിട്ടിട്ടുണ്ട്. അത് കൺസിസ്റ്റൻസ് ആയിട്ട് ഞാൻ അതിനെ നോക്കി നടത്തിയിട്ടുണ്ട്, ഞാൻ അതിനെ പരിപാലിച്ചിട്ടുണ്ട്, അതിനെ കൊണ്ടു നടന്നിട്ടുണ്ട്. പക്ഷെ ബിമാജിക്കിലൂടെ എനിക്ക് ഒരുപാട് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടാവോ? ബിമാജിക് കൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടായിട്ടുണ്ടാവും? ഒരിക്കലും ഇല്ല. എനിക്ക് സാമ്പത്തികമായിട്ട് ബിമാജിക് നേട്ടം തന്നിട്ടില്ല. പക്ഷേ എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചന്റെ പിന്നിൽ ഏറ്റവും ഘടകം എന്ന് പറയുന്നത് ബിമാജിക് തന്നെയാണ്. ഡയറക്റ്റ്ലി അല്ല, ഇൻഡയറക്ട്ലി. കാരണം എന്താ? എനിക്ക് എൻ്റെ പ്രൊഫൈലിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഐ ആം ദ ഫൗണ്ടർ ഓഫ് ദ ബിമാജിക് എന്ന് പറയുന്നത്. അതിന് വാല്യൂ ഇല്ല, അതിന് ലക്ഷങ്ങളും കോടികളും അല്ല, അതിന് വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. ആ ഒരു ടേംസ് എനിക്ക്, അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മളിത് ഇൻഷാല്ല നമ്മൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു എയിം ഉണ്ട്, ഒരു ഇത്ര ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിലേക്ക് നമുക്ക് മൂവ് ചെയ്ത് നോക്കണം, കിട്ടുമോ നോക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോയതുകൊണ്ടാണ് പറയാൻ സാധിക്കുന്നത്. ഇതിന്റെ ഇടയിൽ പല പല ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളുടെ ഒക്കെ ബിമാജിക്ക് പോകുന്ന സമയത്തും ഹിറ്റ് ചെയ്ത് തരാനൊക്കെ ആഗ്രഹിക്കുന്ന സമയത്തും ഇത് നിലനിർത്തി ഇങ്ങനെ കൊണ്ടുപോയതുകൊണ്ട് എനിക്കത് പറയാൻ സാധിക്കും. ടേബിൾ ടോക്ക് എന്ന് പറയുന്ന മറ്റൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിലിപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഞാനത് റെഗുലർ ആയിട്ട് ക്ലാസ് എടുക്കുന്നത്. ബിമാജിക്കിൽ ആദ്യം ഞാൻ റെഗുലർ ആയിട്ട് ക്ലാസ് എടുത്ത പോലെ ഇപ്പൊ ടേബിൾ ടോക്ക് ഞാൻ റെഗുലർ ക്ലാസ്. ഇപ്പോഴാണ് ഞാൻ ടേബിൾ ടോക്ക് അതിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി വളരെ സീരിയസ് ആയിട്ട് നോക്കി തുടങ്ങിയത്. അപ്പൊ തന്നെ അതിൽ ആളുകൾ ജോയിൻ ചെയ്ത് തുടങ്ങി. ടേബിൾ ടോക്കിൽ ഏകദേശം ഇപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് പങ്കെടുക്കുന്ന 10ഓളം ആളുകളായി 430ക്ക്. ഓക്കെ, അപ്പൊ ആ ടേബിൾ ടോക്ക് ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് അതിന്റെ ആഡുകൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ടീം മെമ്പേഴ്സ് ഇപ്പൊ അതിൽ വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പൊ ആ ടേബിൾ ടോക്കിൽ എനിക്ക് ഡിസംബറിൽ ഒരു എയിം ഉണ്ട്, ഇത്ര ആളുകൾ ടേബിൾ ടോക്കിലേക്ക് കൊണ്ടുവരണം. ആ എയിം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടി കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഈ മാസം കിട്ടിയിട്ടില്ലെങ്കിൽ നിർത്തുകയല്ല വേണ്ടത്, അടുത്ത മാസം വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്ത് വെക്കണം. അപ്പൊ ചിലപ്പോൾ 3 മാസം കഴിയുമ്പോഴായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന ഇതിൽ 3 മാസം കഴിഞ്ഞുള്ള റിസൾട്ട് ചിലപ്പോൾ 3-ാമത്തെ മാസത്തിലായിരിക്കും ലഭിക്കുക. 1-ാമത്തെ മാസം 2-ാമത്തെ മാസത്തിൽ ചിലപ്പോൾ എനിക്ക് 5 ആൾക്കാരായിരിക്കുന്ന വെച്ചെങ്കിൽ 3-ാമത്തെ മാസം എനിക്ക് 30 ആൾക്കാരാവാം. എങ്ങനെയാവുമ്പോൾ ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആൻഡ് പ്രോഗ്രസ് ഉണ്ടാകും. ബിമാജിക്കിന്റെ കൂടെ ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ട്. ബിമാജിക്കിൽ എല്ലാ ആളുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് പോയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. ഒരു കമ്മ്യൂണിറ്റിയും ഇന്ന് ബിമാജിക്കിനൊക്കെ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല.
അതിന് പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആൻഡ് പ്രോഗ്രസ് വേണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത്. എന്താണ്? ഒന്ന് ഹാബിറ്റ് ഡ്രിവൺ ആണ്, ഒന്ന് ഇമോഷൻ ഡ്രിവൺ ആണ്. ഒന്ന് ഷോർട്ട് ടൈം ആണ്, ഒന്ന് ലോങ് ടൈം ആണ് ആദ്യത്തെ മാറ്റം. രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഇമോഷൻ ഡ്രിവൺ ആണ്, മറ്റൊന്ന് ഹാബിറ്റ് ഡ്രിവൺ ആണ്. മറ്റൊന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപാട് ആളുകൾ സ്റ്റാർട്ട് ചെയ്യും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? മോട്ടിവേഷൻ ക്യാൻ സോൾഡ് ബൈ മൂഡ്സ് ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടർ. എക്സ്റ്റേണൽ ഫാക്ടർ വേറെ ആൾ പറഞ്ഞു കേട്ടത് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഡിസിപ്ലിൻ ബേസ്ഡ് ഓൺ ഹാബിറ്റ്സ് ആൻഡ് റുട്ടീൻസ്. ഡിസിപ്ലിൻ എന്താണ്? ബേസ്ഡ് ഓൺ നല്ല ബോഡി ബിൽഡർ ആയിട്ടുള്ള ഒരാൾ എന്താണ്? ജിമ്മിൽ എത്ര ആൾക്കാർ ജോയിൻ ചെയ്യും? നിങ്ങളൊന്ന് ആലോചിക്കുക. ജിമ്മിൽ എത്ര ആൾക്കാർ ജോയിൻ ചെയ്യും? ഒരു വർഷത്തിൽ എത്ര ആൾക്കാർ ജോയിൻ ചെയ്യും? ഒന്ന് പറഞ്ഞേ. ഒരു കോമൺ ജിമ്മിൽ ഒരു വർഷത്തിൽ 100 ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യുന്ന നമ്മൾ സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ആ 100 ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർ അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുണ്ടാവുക? എത്ര ആൾക്കാർ കൺസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും? ജിമ്മിന് പോയ ആൾക്കാർ, ഇതിന് മുമ്പ് ജിമ്മിന് പോയ ആൾക്കാർ ജസ്റ്റ് കമന്റ് ചെയ്തേ. വൈ എന്ന് കമന്റ് ചെയ്തേ. ജിമ്മിന് പോയ ആൾക്കാർ ആരും ജിമ്മിന് പോയവരില്ല? ഇതുവരെ ആരും ജിമ്മിന് പോയില്ല? ഒരു 10 ആൾക്കാർ ഉണ്ടാവും. ഒരു 10 ആൾക്കാരാണ് പിന്നെ ഉണ്ടാവുക. ബീന മാം ജിമ്മിൽ പോയിട്ടുണ്ട്. ഓക്കെ, ഈ 100 ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ വരിക? 10 ആൾക്കാർ. കാരണം എന്താ? ആ 10 ആളുകൾക്കാണ് ഹാബിറ്റ്സ് ആൻഡ് റുട്ടീൻസ് ആയിട്ടുണ്ടാവും. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇമോഷൻ അല്ല നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോ ഹാബിറ്റ് ഡ്രൈവൺ ചെയ്യുന്നുണ്ടോ? ഹാബിറ്റ് ഡ്രൈവൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും, സക്സസ് ആവും. മറ്റൊന്ന് ഇൻസ്പിറേഷൻ ആയിരിക്കും, മറ്റൊന്ന് ഡിറ്റർമിനേഷൻ ആയിരിക്കും. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ തരും, ഉള്ളിൽ നിന്ന് ഒരു സംഭവങ്ങൾ തരും. ഡിസിപ്ലിൻ എന്ന് പറയുന്നതാണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ആണ്. എന്താണ്? ഉറച്ച തീരുമാനമാണ്. എന്ത്? ഞാൻ ചെയ്ത കാര്യങ്ങൾ ഫിനിഷ് ചെയ്യും. അവിടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. നിങ്ങൾ ബിസിനസ് തുടങ്ങിയോ ഇല്ല എന്നുള്ളതല്ല, ആ ബിസിനസിന്റെ ഗ്രോത്തിലേക്ക് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന സ്റ്റെപ്പുകളിലേക്ക് നിങ്ങൾ എന്ത് ആക്ഷൻസ് എന്ന് എടുത്തു വെക്കും. ആ ആക്ഷൻസ് നാളെ മാറ്റി കണ്ടിന്യൂ ആയിട്ട് ആ ആക്ഷൻസിൽ നിങ്ങൾ ഇംപ്രൂവ് ചെയ്തോ, 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. 100% നിങ്ങൾക്ക് എന്ത് ചെയ്യും? റിസൾട്ട് കിട്ടും. നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകൾ നിങ്ങളെ വിലയിരുത്തുന്നതോ, നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകൾ പറയുന്നതോ അല്ല. നിങ്ങളെ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ് എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ കിട്ടുമ്പോൾ റിസൾട്ട് എന്ത് ചെയ്യും? എന്താണ്? എങ്ങനെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ആവുന്നത്? ഇതെങ്ങനെയാണ് വേണ്ടത്? നമുക്കൊരു ഇനീഷ്യൽ സ്പാർക്ക് ആൻഡ് സസ്റ്റൈൻഡ് ആക്ഷൻ, ഒരു മോട്ടിവേഷൻ നമുക്ക് ആവശ്യമാണ്. എന്തിന്? നേരത്തെ ഞാൻ പറയുന്ന ഒരു പുതിയ ബിസിനസ് അല്ലെങ്കിൽ പുതിയൊരു ഹാബിറ്റ് അല്ലെങ്കിൽ പുതിയൊരു ശീലങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കിക്ക് സ്റ്റാർട്ട് കിട്ടാൻ നമ്മൾ ക്ലാസ്സുകൾ പങ്കെടുക്കുന്നത് മോട്ടിവേറ്റഡ് ആവുന്നത് നല്ലതാണ്. പക്ഷേ ഡിസിപ്ലിൻ കീപ്സ് യു ഗോയിങ് വെൻ യു മോട്ടിവേഷൻ ബ്രെയിൻസ്. ഓക്കെ, മോട്ടിവേഷൻ ഇല്ലാതാകുന്ന ഒരു സമയത്ത് പോലും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആക്ച്വൽ ഫ്യൂവൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിസിപ്ലിൻ ആയിരിക്കും. അഥവാ നേരത്തെ പറഞ്ഞിരിക്കുന്ന റൂട്ടീനും ഹാബിറ്റ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതായിരിക്കും. ഓക്കെ, ഡിസിപ്ലിൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ എന്തിനു വേണം? സെറ്റിംഗ്സ് ഗോൾസ് ആൻഡ് അച്ചീവിംഗ് ദം. യൂസ് മോട്ടിവേഷൻ ടു സെറ്റ് അംബിഷ്യസ് ഗോൾ. നമുക്ക് നല്ല ഗോളുകൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളുടെ കഥകൾ കേൾക്കുക, മറ്റുള്ള ആളുകളെ കുറിച്ച് പഠിക്കുക, മറ്റുള്ള ആളുകളുടെ ക്ലാസ്സുകൾ കേൾക്കുക, ഇതൊക്കെ എന്തിനു നല്ലതാണ്? നിങ്ങൾക്കൊരു ഗോളുകൾ ഉണ്ടാവുന്നതിന് വേണ്ടി നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് അച്ചീവ് ചെയ്യണമെങ്കിൽ, ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതാണെങ്കിൽ റിലേ ഓൺ ഡിസിപ്ലിൻ. എന്താ റിലേ? ആ ഡിസിപ്ലിൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ചെയ്യുക. ഏതുവരെ? നിങ്ങളുടെ ഗോൾ അച്ചീവ് ആയിരുന്നു. അതിൽ അയാൾക്കൊരു ഡൗട്ടും ഉണ്ടാവില്ല. ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് ഡൗട്ട് അടിക്കുന്ന ഒരാൾക്ക്, ഞാനത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഡൗട്ട് അടിക്കുന്ന ഒരാൾക്ക് ലോ ഓഫ് അട്രാക്ഷനിൽ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യും. ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് ഡിസിപ്ലിൻഡ് ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ടുണ്ട്. അപ്പൊ ഞാൻ ടേബിൾ ടോക്ക് തുടങ്ങുന്ന സമയത്ത് എന്നോട് പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സൈഫ് ഇത് നടക്കുമോ? നിനക്ക് ട്രിപ്പുകൾ പോകേണ്ടി വരില്ലേ? നിനക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എൻഗേജഡ് ആവേണ്ടി വരില്ലേ? എല്ലാ ദിവസവും 4 o'clock എന്ന് പറയുന്ന സമയത്ത് എണീറ്റിട്ട് ഈ 4:30 സെഷൻ കൊടുക്കലൊക്കെ പോസിബിൾ ആകുമോ? അതൊക്കെ നമ്മൾ പകുതിയിൽ നിന്ന് ഇട്ട് വീഴും. അതൊന്നും നമ്മൾ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടേബിൾ ടോക്കിന്റെയും ഒരു എക്സ്റ്റേണൽ ഗ്രോത്ത് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ഗ്രോത്തിലേക്ക് ഇനിയും പോകാനിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി എനിക്ക് ടേബിൾ ടോക്ക് പറയാം, 3 വർഷമായി ടേബിൾ ടോക്ക് തുടങ്ങിയിട്ട് ഇത്രയധികം ബിസിനസ്സുകാരെ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ ഫണ്ട് എനിക്ക് കൂട്ടാം, അതിലേക്ക് പുതിയ ടീം മെമ്പേഴ്സിന് ഉണ്ടാക്കാം, അതിലേക്ക് പുതിയ ടീം മെമ്പേഴ്സിന് ഉണ്ടാക്കി അതിലെന്ത് ചെയ്തു? ഒരു കഴിഞ്ഞ വീക്ക് മുതൽ അല്ലെങ്കിൽ കുറച്ച് ഇതായിട്ട് ഇപ്പൊ ഞങ്ങളത് ടേബിൾ ടോക്കിന്റെ എല്ലാ ഫിസിക്കൽ മീറ്റിങ്ങും ഇത്രയും വർഷങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ടോട്ടിയായിരുന്നു. ഓക്കെ, ലാസ്റ്റ് 3-4 കാര്യങ്ങളായിട്ട് ഞങ്ങളുടെ കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിന്റെ ഓഫീസിലാണ് അത് നടക്കുന്നത്.
അതിന്റെ. അപ്പൊ അതിലേക്ക് പുതിയ ടീംസ് വന്നു. ഇപ്പൊ ഞാനല്ല അത് കൺട്രോൾ ചെയ്യുന്നത്, അത് കൺട്രോൾ ചെയ്യുന്ന അതിലെ ടീം മെമ്പേഴ്സിലേക്ക് മാറ്റി. ഇതുവരെ ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത്, ഇപ്പൊ ഞാനും അവരുടെ കൺട്രോളിലാണ്. എന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചൊരു ക്ലാസ് എടുക്കുന്നത് മാത്രമാക്കി അതിന്റെ ബാക്കി റിപ്പോർട്ട് മേക്കിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും ടീമിന് ഡെലിഗേറ്റ് ചെയ്തു. എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാല്, ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് റിസൾട്ട് കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങൾ ഇറങ്ങേണ്ടത്. നിങ്ങൾ ഇറങ്ങേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് ഒരു സമയം ഫിക്സ് ചെയ്യും, അതിലേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യും വേണം. അപ്പൊ ആ റിലേ, നിങ്ങൾക്ക് ആ ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എത്രമാത്രം ഫോക്കസ് ചെയ്യാൻ സാധിക്കുമോ അതാണ് നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്യാനുള്ള, ഗോളിലേക്ക് എത്താനുള്ള മാർഗം. നമ്മൾ ഈ 2025 ഗോൾ സെറ്റിംഗ്സിന്റെ ഭാഗമായിട്ട് മൈൻഡ് റോഡ് എന്ന് പറയുന്ന പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ആളുകൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ ഓൾ. ഞാൻ പ്രതീക്ഷിച്ചതിലും അധികം വലിയ സപ്പോർട്ടുകൾ എനിക്ക് ബിമാജിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, ദൂരത്തുള്ള ആളുകളൊക്കെ അടക്കം, ഷൈനി മാമിനൊക്കെ പോലുള്ള ആളുകളൊക്കെ അടക്കം അതിൽ ജോയിൻ ചെയ്യുകയും അവിടുന്ന് വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ജൂബി മാം, അങ്ങനെ ഒരുപാട് ആളുകൾ ബഷീർക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും അതിന്റെ നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. അതിന്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു സെഷൻസിൽ അടക്കം നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പറയാൻ പോകുന്ന ഒരു കാര്യം അതിൻ്റെ ഒരു ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഭവത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ മോട്ടിവേഷനും വേണം ഡിസിപ്ലിനും വേണം, ഇത് രണ്ടും കൂടെ കൊണ്ടുവരാൻ പറ്റുക. ഒന്ന് സെറ്റ് ക്ലിയർ അച്ചീവബിൾ ഗോൾസ് ആണ്. വിഷ്വലൈസ് സക്സസ്, സെലിബ്രേറ്റ് സ്മോൾ വിൻസ്, ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ആഘോഷിക്കുക. നിങ്ങളെ മോട്ടിവേഷൻ നിലനിർത്തും. കറക്റ്റായിട്ട് ഗോളുകൾ സെറ്റ് ചെയ്യുക, അച്ചീവബിൾ ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക, അതിനെ സക്സസ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതായത് നമ്മൾ വലിയ ഗോളുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും എൻ്റെ ടീം മെമ്പേഴ്സിനോട് അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളോട് പറയും, നിങ്ങൾ 90 ദിവസത്തേക്കുള്ള ഗോളുകൾ സെറ്റ് ചെയ്യും. ആ 90 ദിവസത്തേക്ക് നിങ്ങൾ ഇതുവരെ 1000 രൂപ ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ ഞാനൊരു 1200 രൂപ ഉണ്ടാക്കുന്ന സെറ്റ് ചെയ്യും. ആ 1200 രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും ഒരു പ്രോഗ്രസ് ഉണ്ട്. ആ പ്രോഗ്രസ് ആണ് ശരിക്കുള്ള മോട്ടിവേഷൻ. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയറും അച്ചീവബിൾ ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക. വെറുതെ ചുമ്മാ മോട്ടിവേറ്റഡ് ആയിട്ട് പോയിട്ട് ഞാൻ 100 കോടിയുടെ ബിസിനസ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ സെറ്റ് ചെയ്യല്ല. ഈ ഒരു 90 ദിവസത്തേക്ക് നിങ്ങൾക്ക് എന്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും, അതിലേക്ക് എന്ത് ആക്ഷൻസ് എടുക്കാൻ സാധിക്കും, അത് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. രാവിലെ എണീക്കുക, ആ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ അറിയാതെ നിങ്ങൾ അതിനിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് 1-ാമത്തെ ദിവസവും 2-ാമത്തെ ദിവസവും 1 മാസം കഴിയുമ്പോഴോ 2 മാസം കഴിയുമ്പോഴോ 3 മാസം കഴിയുമ്പോഴോ 6 മാസം കഴിയുമ്പോഴോ 1 വർഷം കഴിയുമ്പോൾ റിസൾട്ട് ലഭിച്ചിട്ടുണ്ടാവില്ല. അപ്പോഴും നിങ്ങൾ അതിന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വിജയൊക്കെ പാടെ ഒരുമിച്ച് ഒരു ദിവസം നമുക്ക് വരും. ഓക്കെ, ഒരു വിജയിച്ച ആളുകളും ഒരു ദിവസം കൊണ്ട് വിജയിച്ചവരാണ്, ഒരു ദിവസം കൊണ്ട് വിജയിച്ച ആളുകളല്ല. ഇനിയും ഈ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം. ക്ലിയർ ആൻഡ് അച്ചീവബിൾ ഗോൾസ്, വിഷ്വലൈസിങ് സക്സസ്, സെലിബ്രേറ്റിംഗ് സ്മാൾ വിൻസ്. ഇനി ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാൻ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്രിയേറ്റ് റൊട്ടീൻ ആൻഡ് സ്റ്റിക്ക് ടു ദം. ഒരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യുക, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ബ്രേക്ക് ടാസ്ക് ഇൻസ് ടു മാനേജബിൾ ചങ്ക്സ്. എന്താണ്, വലിയ വലിയ ടാസ്കുകള് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യാം, ചങ്ക് ചെയ്യാം. ഹോൾഡ് യുവർ സെൽഫ് അക്കൗണ്ടബിൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അക്കൗണ്ടബിൾ ആയിട്ട് ഒരാളായിട്ട് നിലനിർത്തുക. ബിമാജിക്കും ടാബിൾ ടോക്ക് ചെയ്യുന്ന കാര്യം ഇതാണ്. നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകളോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക. എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ വരെ അക്കൗണ്ടബിൾ ആണ്. എല്ലാവർക്കും ഒരു മെന്റർ ഉണ്ട്, ഞാനൊക്കെ അക്കൗണ്ടബിൾ ആണ്. ഞാൻ എൻ്റെ ടീം മെമ്പേഴ്സിനോട് പറയും, ഞാനൊരു കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്, ഇറ്റ്സ് യുവർ ഫോൾട്ട്. എന്നെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളാണ്. എനിക്ക് അവരാണ് അയച്ചു തരിക. ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാനുള്ളത്, അതിന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ആ കാര്യങ്ങൾ ചെയ്തോ ഇല്ലേ എന്നുള്ളത് എൻ്റെതും കൂടെ അനലൈസ് ചെയ്യാൻ അവരാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ അക്കൗണ്ടബിൾ ആവാതെ നമുക്ക് ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാൻ ഒരു വഴിയില്ല. നിങ്ങൾ അക്കൗണ്ടബിൾ ആവുക, നിങ്ങൾ നോക്കാനൊരാളുണ്ടാവും. നമ്മൾ നോക്കാനൊരാളില്ലെങ്കിൽ, നോക്കാനൊരാൾ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ കമ്പനികളിലൊന്നും എന്ത് പാടില്ലായിരുന്നു, ഒരുപാട് മാനേജേഴ്സോ കാര്യങ്ങളൊന്നും വേണ്ടിയിരുന്നോ? ഓരോ കമ്പനിയിലും ഇപ്പം മണിസാർ എന്ത് ചെയ്താണ്, ഒരു ബാങ്കിൽ വർക്ക് ചെയ്താണ്, ബാങ്കിൽ നിന്ന് മാനേജറായിട്ട് റിട്ടേൺ ചെയ്ത ഒരാളാണ്. എന്തുകൊണ്ടാണ് ഈ ബാങ്കിൽ മാനേജേഴ്സിനെ വെക്കുന്നത്? അവിടെ കുറെ സ്റ്റാഫിനെ ഇതാക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാ മാസവും സാലറി തരുന്നുണ്ട്, നിങ്ങൾ വർക്ക് ചെയ്തോളൂ പറഞ്ഞാൽ പോരെ? ഓക്കെ, അവിടെ കാഷ്യറിങ്, കുറച്ച് അക്കൗണ്ട്സിനും ബാക്കിയുള്ള എന്തിനാണ് ഒരു മാനേജർ? എന്തിനാണ്? അല്ലെങ്കിൽ ബാക്കിയുള്ള കമ്പനിയിൽ മാനേജേഴ്സും ടീം ലീഡേഴ്സും എന്തിനാ? ആളുകൾക്ക് സാലറി എടുക്കുന്നുണ്ട്, അവർ വർക്ക് ചെയ്താൽ പോരെ? അവർ വർക്ക് ചെയ്യൂല അല്ലേ? അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവർക്കൊരു അക്കൗണ്ടബിലിറ്റി വേണം. ഒരു അക്കൗണ്ടബിലിറ്റി നോക്കാൻ ആൾ വേണം. നീ അത് ചെയ്തോ? അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ ആൾ വേണം. നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സംഭവം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാം,
കറക്റ്റായിട്ട് റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഒരു അക്കൗണ്ടബിലിറ്റി വേണം, ഒരു അക്കൗണ്ടബിൾ പാർട്ണർ വേണം. അക്കൗണ്ടബിൾ പാർട്ണറിനെ ക്രിയേറ്റ് ചെയ്യാനാണ് ബിമാജിക്കൽ ഗ്രൂപ്പുകളിൽ. ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സുമായിട്ട് നിങ്ങൾ കണക്ട് ആവണം. എനിക്ക് രാവിലെ എണീക്കാൻ സാധിക്കുന്നില്ല കേട്ടോ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ എക്സസൈസ് ചെയ്യുന്നില്ല, എന്നെ സപ്പോർട്ട് ചെയ്യണം. അതിനാണ് നിങ്ങൾ ഈ ചലഞ്ചസ് ഒക്കെ വെക്കേണ്ടത്. അതിനാണ് ആ ചലഞ്ചസ് നിങ്ങൾ പങ്കെടുക്കേണ്ടത്. അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടു. ഇതിന്റെയൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളൊരു സ്മാർട്ടായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് കറക്റ്റായിട്ട് ഇൻപുട്ട് കിട്ടുന്ന ഏത് കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് നിങ്ങൾ അതിലേക്കുള്ള എന്ത് സ്റ്റെപ്പുകളാണ് എടുക്കാൻ പോകുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് സ്റ്റെപ്പുകളാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്തിലായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുക. അതിലേക്ക് നിങ്ങൾ എത്രമാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട് തോന്നും. ആ ഫോക്കസിങ് ആണ് എന്ത് ചെയ്യുക, നിങ്ങളെ സക്സസിലേക്ക് എത്തിക്കുക. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക് യു ആൾ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പം ഒരുപാട് ഡേയ്സിന് ശേഷമാണ് സേഫ് സാർ ഇതിൽ സെഷൻ എടുത്തിട്ടുള്ളത്, ലോ ഓഫ് അട്രാക്ഷൻ സെഷൻ എടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേട്ടിട്ട് കുറച്ചായല്ലോ. അപ്പൊ എന്താണ് ഇപ്പൊ ഇന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? അതിന്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചാൽ നന്നായിരുന്നു. പെട്ടെന്ന് ഓരോരുത്തരും മുന്നോട്ട് വരിക. പറഞ്ഞോളൂ, ഞാൻ പേര് വിളിക്കണോ? പ്രീത മാം, ഹലോ. ഹലോ. ഓക്കെ, ദിവ്യ മാം പറഞ്ഞോളൂ. ഹലോ, മാജിക് മോർണിംഗ് സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് കുറച്ചൊന്ന് ലീവായിട്ട് ഇരിക്കുകയായിരുന്നു. ക്ലാസ്സിൽ നല്ലൊരു ക്ലാസ് ആണ്. 2025-ലേക്കുള്ള എന്താ പറയാ ഒരു ചുവടുവെപ്പ് വേണമെന്ന് വേണം പറയാനായിട്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് നമുക്ക് എന്താ പറയാ മോട്ടിവേഷൻ നമുക്ക് ഷോർട്ട് ടൈമിലേക്കുള്ളതാണ് എന്ന് പറയുന്നത് വളരെ സത്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം മിക്കപ്പോഴും ഒരുപാട് മോട്ടിവേഷൻ കാര്യങ്ങൾ കേട്ട് കുറച്ച് സമയം അങ്ങോട്ട് പോയതിന് ശേഷം പിന്നീട് അതിന്റെ ഡിസിപ്ലിൻ കുറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് പിന്നെ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നത്. അപ്പോ താങ്ക് യു സോ മച്ച് സർ, നല്ലൊരു ക്ലാസ്സിന്. താങ്ക് യു സോ മച്ച്. ബിമാജിക് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഡേഞ്ചർ ആവും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മോട്ടിവേറ്റഡ് ആവുകയും ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുകയും ഒരുപാട് അറിവുകൾ നേടുകയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടായിട്ടില്ലെങ്കിൽ, ഒരു ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങൾ ഉദ്ദേശിച്ച ഗോളിലേക്ക് നിങ്ങൾക്ക് എത്തിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടും. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വാസം നഷ്ടപ്പെടും. പക്ഷെ നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ കേട്ടതിന്റെ അപ്പുറത്തേക്ക് നമ്മളൊരു സസ്റ്റൈനബിൾ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എത്ര ആക്ഷൻസ് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യണം. ഞാൻ ഈ കേട്ട ക്ലാസ്സുകളിൽ നിന്ന് എന്തൊരു കാര്യമാണ് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. ഇന്ന് നിങ്ങളൊരു ക്ലാസ് കേട്ടു, എന്താണ് നിങ്ങൾക്ക് ഈ ക്ലാസ് കേട്ടതിൽ നിന്ന് നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ പോകുന്നത്? വേസ്റ്റാണ്. നിങ്ങളുടെ സമയം ഫുൾ വേസ്റ്റാണ്. ഈ 30 മിനിറ്റ്സ് 45 മിനിറ്റ്സ് നിങ്ങൾക്ക് വേസ്റ്റാണ്. എന്താണ്, ഇന്നൊരു ക്ലാസ് കേട്ടു, ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ആക്ഷൻ ഐറ്റംസ് നിങ്ങൾക്ക് ഇതിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കേട്ടതുകൊണ്ട് ഒരു ഉപകാരമില്ല. മനസ്സിലായോ? ഇന്ന് ഞാൻ ഈ ക്ലാസ് കേട്ടു, ഈ ക്ലാസ് കേട്ടത് കൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഡിസിഷൻസ് എടുത്തു. അങ്ങനെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ അത് അറിയിച്ച് ഞാൻ നന്നാവും. ഞാൻ ഈ ക്ലാസ് കേട്ടു, ആ ക്ലാസ് കേട്ടതിന് ഇനി ഇങ്ങനെയുള്ള ഡിസിഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട്, അതെൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകും. എനിക്ക് ഇങ്ങനൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. അതായിരുന്നു ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, എൻ്റെ ലൈഫിൽ ഞാൻ റിസൾട്ട് എത്താത്തതിൻ്റെ കാരണം ഇതായിരുന്നു. നിങ്ങളുടെ ഗോളുകളിലേക്ക് വേണ്ട ആക്ഷൻസ് എടുക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല. നിങ്ങൾ അത് എഴുതി വെക്കുക. നിങ്ങളുടെ ഗോളുകളിലേക്ക് വേണ്ട ആക്ഷൻസ് നിങ്ങൾ എടുത്തു എന്നുള്ളത് തന്നെ ആയിരിക്കും അതിലല്ലാതെ ഒരു ക്ലാസ് കേട്ടത് കൊണ്ടോ ഒരു ക്ലാസ്സുകൾക്ക് നിങ്ങൾ പോയത് കൊണ്ടോ എത്ര വലിയ ട്രെയിനിങ്സിന് മാറി പോയി കഴിഞ്ഞാലും നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ഉണ്ടാവും. അയാൾക്ക് നിങ്ങളെ ഡയഗ്നോസ് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും സാധിക്കുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഗുളിക കൊടുക്കേണ്ടതും അസുഖം മാറ്റേണ്ടതും നിങ്ങൾ തന്നെ ആയിരിക്കും. സുനിൽ സാർ പറഞ്ഞോളൂ.
ഗുഡ് മോർണിംഗ് എവരിബഡി. morning. ഞാൻ ബി മാജിക് ക്ലാസ്സിൽ ആദ്യം മുതലേ പങ്കെടുത്തിരുന്നു. അപ്പം അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ ക്ലാസ് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാൻ പോയ ആ റൂട്ട് കറക്റ്റാണ് എന്ന് തെളിഞ്ഞ ഒരു ക്ലാസ്സാണ്. കാരണം അതിനുശേഷമാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് മനസ്സിലാക്കി ടേബിൾ ടോക്കിൽ ജോയിൻ ചെയ്ത്. സാറ് കുറച്ച് മുൻപേ പറഞ്ഞ ടേബിൾ ടോക്കിൽ ഞാൻ 1.5 വർഷമായിട്ട് അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കും. അപ്പം അതിൽ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും, അതുപോലെ അനലൈസ് ചെയ്യും. ഇപ്പം 4:30 മണിക്ക് മെഡിറ്റേഷൻ, അതേപോലെ ഇന്നലത്തെ ടു ഡു ലിസ്റ്റ് അനലൈസ് ചെയ്യുക, അതേപോലെ ഇന്ന് എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അനലൈസ് ചെയ്യുക. അപ്പം അതിന് വേണ്ട സൊല്യൂഷൻസ് ഒക്കെ സാറ് പറഞ്ഞു തരുന്നു. അതേപോലെ ഉച്ചയ്ക്ക് അനലൈസ് ചെയ്യുന്നു, അതേപോലെ രാത്രി പിന്നെയും അനലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെയുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയോ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ ടീമുണ്ട്. അപ്പോൾ അത് അങ്ങനെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെ ബിസിനസ്സിലായാലും ശരി, നമ്മളെ വർക്കിന്റെ കാര്യത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓരോരോ ദിവസം തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എവിടെയാണ് നമ്മളെ വിഷയമുള്ള അല്ലെ പ്രോബ്ലം ഉള്ള അല്ലെ നമ്മളെ വർക്ക് എത്ര കണ്ട് മുന്നോട്ട് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനോ അത് കൃത്യമായിട്ട് പിറ്റേ ദിവസം അതിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത് നമുക്ക് എന്താണോ ഒരു സൊല്യൂഷൻ വേണ്ടത് അതടക്കം കണ്ടെത്തി മാറ്റം കൊണ്ടുവരാൻ ടേബിൾ ടോക്കിനെ കൊണ്ട് പറ്റുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അതിനെപ്പറ്റി സാർ ഇവിടെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഫീഡ്ബാക്ക് പറയാൻ വന്നത്. അതേപോലെ തന്നെ ബി മാജിക്കിലെ പല ക്ലാസ്സുകളും കേൾക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാനും അതേപോലെ തന്നെ സൈബ് സാറിന്റെ എന്താ പറയാ നമുക്ക് വേണ്ട പല കാര്യങ്ങളും പറഞ്ഞു തരുന്നതിലൂടെയാണ് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു സൈബ് സാർ, താങ്ക് യു ടീം. താങ്ക് യു സുനിൽ സാർ. സുനിൽ സാർ അടക്കമുള്ള ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടേബിൾ ടോക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കിത് സമയം മാറ്റിക്കഴിഞ്ഞാൽ ഇതിൽ ഇനിയും കുറെ ആളുകൾ കിട്ടുകയാണ്. ഓക്കെ, ഈ ടൈം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ ആളുകളെ ആളുകളെ കുറെ ആളുകളെ 4 മണിക്ക് എണീക്കുന്നത് മാറ്റിക്കഴിഞ്ഞാൽ കിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞാൽ കിട്ടുമായിരിക്കും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണ്ട വേണ്ട. ഓക്കെ, കിട്ടുമായിരിക്കും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യേണ്ട വേണ്ട. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആളുകളല്ല, ഈ എണീക്കാൻ ആഗ്രഹിക്കുന്ന ഇതിൽ താല്പര്യമുള്ള ആളുകൾ വരാമെന്നാണ്. അല്ലാത്ത ആളുകൾക്ക് നമുക്ക് വേറെ സർവീസ് ഉണ്ട്, ഇതിന് വരുന്ന ആളുകളുണ്ട്. ഇപ്പൊ അതിലിങ്ങനെ ആളുകൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് 4am മില്യണേഴ്സ് ക്ലബ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്ക് എണീക്കുന്ന ആളുകൾ 4 മണിക്ക് എണീറ്റിട്ട് മില്യണേഴ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമാണ്. ആ ആളുകളുടെ കൂട്ടായ്മ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഒരു ഭാഗത്ത് വരിക. ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, 5 AM. കാരണം നമ്മൾ രാവിലെ എണീക്കുക എന്ന് പറയുന്നത് സക്സസിന് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫ്യൂവലാണ്. താങ്ക് യു സുനിൽ സാർ. താങ്ക് യു. താങ്ക് യു സുനിൽ സർ. റസാഖ് സർ. താങ്ക് യു. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ആക്ഷൻ അതുപോലെ തന്നെ റുട്ടീൻസ് അത് നമ്മൾക്ക് തെളിയിച്ചതാണ് ബി മാജിക് എന്ന് പറഞ്ഞ ഈ കമ്മ്യൂണിറ്റി. നമുക്കറിയാം ഒരു കാലത്ത് നമ്മൾ കുറെ മോട്ടിവേഷൻ ക്ലാസ് സൈബ് സാർ തന്നെ സ്ഥിരമായി ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് അതല്ല റസാഖ് സർ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് സർ. വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും വീഡിയോ വെക്കുക അതുപോലെ തന്നെ അങ്ങനത്തെ കുറെ ആക്ഷനുകൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി പോസ്റ്റ് അങ്ങനത്തെ കുറെ ആക്ഷനുകൾ കൊണ്ടുവന്നപ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പൊ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ പറഞ്ഞു കൊടുത്ത്. എത്രയാണ് ഫീസ് എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഇൻവെസ്റ്റ് ആയിട്ടാണോ അതോ ആണോ? എക്സ്പെൻസ് ആണെങ്കിൽ അത് ഫീസ് കൂടുതലാണ്, ഇൻവെസ്റ്റ് ആണെങ്കിൽ വളരെ കുറവാണ്. അപ്പൊ നിങ്ങളെ മൈൻഡിൽ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അയാള് പറഞ്ഞു ഇത് വല്ലാത്തൊരു മറുപടി ആയല്ലോ എന്ന്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പരമാവധി ആളുകൾ ഒരു കോഴ്സ് എങ്കിലും എന്തെങ്കിലും ഒന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ
അത് ഗ്യാരണ്ടിയാണ്. കരുതിയാൽ നമുക്ക് ഞാനടക്കം എന്നോടാണ് ഞാൻ പറയുന്നത്, എനിക്ക് വലിയ ചാർജാണ്. പോവാണ് പോകണേ ചെയ്യേണ്ടത് പോകാം. അഖില മാം. മാജിക് മോർണിംഗ് സാർ. സാറിന്റെ ക്ലാസ് ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പൊ അതിനുശേഷം കുറെ ദിവസം സാറ് പറഞ്ഞതുപോലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. പിന്നീട് ഇടയ്ക്ക് വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ചെയ്യുന്നുണ്ടായിരുന്നു, എന്നാലും അത്ര കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ലായിരുന്നു. എന്നാലും സാർ പറഞ്ഞതനുസരിച്ച് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ എഴുതി വെച്ച് അതിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. സെറ്റ് ചെയ്ത ഗോളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതിന്റെ അവസാന ഘട്ടത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് അത് ഒരു കാര്യമെങ്കിലും അതിനെ വിചാരിച്ച് കറക്റ്റ് ആയിട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മൾ തന്നെ ചെയ്തു തുടങ്ങിയാലേ നമ്മൾ അതിൽ എത്തുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലായി. ഈ കാര്യം ഞാൻ വിചാരിച്ചിട്ട് ഒത്തിരി നാളായി, പക്ഷെ അതിലോട്ട് ചെയ്യാനുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു മനസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായത് അതിനായിട്ട് നമ്മൾ തയ്യാറെടുത്ത് ആ ഒരു ഗോളിലോട്ട് അതൊരു ഗോളാണെന്ന് കണക്കാക്കി വെച്ചതിന് ശേഷമാണ് അത് ഇത്രയും തീവ്രമായിട്ട് അത് ചെയ്യണം എന്ന് ഇങ്ങനെ എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. സാറ് പറഞ്ഞ ഇത് കേട്ട് നമ്മളങ്ങ് കളഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പം അതിന്റെ ഒരു അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. താങ്ക് യു സാർ. സാറിന്റെ വാക്കുകൾ എനിക്ക് ജീവിതത്തിൽ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു. എനിക്ക് തോന്നുന്നു അഖില മാം നമ്മൾ ഡ്രീം മാപ്പിംഗ് കോഴ്സിലാണ് ഫസ്റ്റ് ആയിട്ട് വരുന്നതെന്നുണ്ടായിരുന്നു. നമ്മൾ പരിചയപ്പെടുന്നത് ഡ്രീം മാപ്പിംഗ് കോഴ്സിലൂടെയായിരിക്കും. എനിക്ക് തോന്നുന്നു വലിയൊരു ഗോള്, ഒരു ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട വലിയൊരു ഗോളാണ് അഖില മാം സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് എൻ്റെ ഓർമ്മ. അതായിരിക്കും അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ആണോ അഖില മാം? അതെ സാർ, December 24th അത് ഓപ്പൺ ചെയ്യും. ഇപ്പോഴും അവസാനം കുറച്ച് ക്യാഷ് പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാലും അത് എങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് അത് അന്ന് ഓപ്പൺ ചെയ്തിരിക്കും. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ അതൊന്ന് തുറക്കണം. അതെന്റെ വലിയൊരു ആഗ്രഹമാണ്. ഇത് ചെറിയൊരു ഗോളൊന്നുമില്ല, വലിയൊരു ഗോളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ക്ലാസ്സിൽ സെറ്റ് ചെയ്യുമ്പോൾ ഈ December 24th എനിക്ക് തോന്നുന്നു ഒരു ആദ്യ മാസങ്ങളിൽ ഒരു March, April സമയത്തൊക്കെ ആയിരിക്കും അഖില മാം ഒരു ഡിസിഷൻസ് എടുത്തിട്ടുള്ളത്. അപ്പൊ അത് അതിലേക്ക് എത്തി, അല്ലെങ്കിൽ അത് വലിയൊരു ഗോളാണ്. അതിന് ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ചെറിയ ഗോളല്ല, അത് ഒരു സോൾ കണക്റ്റഡ് ഗോളാണ്. അപ്പൊ ആ സോൾ കണക്റ്റഡ് ഗോൾ ആയതുകൊണ്ട് തന്നെ അത് ഡെഫിനറ്റ്ലി 100% നടക്കുമെന്ന് എനിക്ക് അത്രയും വിശ്വാസമുണ്ട്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യട്ടെ. ഞാൻ വിചാരിച്ചത്ര ഈസി അല്ല അത്. ഞാൻ ഇത്രയും ഇതായിട്ട് വരും വിചാരിച്ചു, പക്ഷെ അത് ചെയ്ത് വരുന്നോറും അത് റെസ്പോൺസിബിലിറ്റി അതിൽ ഭയങ്കര കൂടുതലാണെന്ന് ഇപ്പോഴും മനസ്സിലായി വന്നു. എന്നാൽ അത് ഭയങ്കര സന്തോഷമുണ്ട്. ഒത്തിരി പേർക്ക് അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കണം. വലിയൊരു ഗോളാണ്, ഞാൻ പറയുന്നില്ല. അച്ചീവ് ചെയ്തതിന് ശേഷം ഒരു അഖില മാം തന്നെ അത് ഇവിടെ പറയും എന്താണ് സെറ്റ് ചെയ്തിരുന്ന ഗോള്, എന്താണ് അച്ചീവ് ചെയ്തതെന്നുള്ളത്, എന്തുകൊണ്ട് ഡിസംബർ ഈ ഡേറ്റ് 24th, അതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. അത് അവർ തന്നെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഒരു ദിവസം കൂടെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കേൾക്കാം. ഓക്കെ, താങ്ക് യു ആൾ. ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, താങ്ക് യു ആൾ. ഓക്കെ, താങ്ക് യു റസാഖ് സർ. താങ്ക് യു അഖില മാം. അപ്പൊ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം, ടൈം ആയിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ എടുത്തിട്ടുള്ള സേഫ് സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാ ബിമാജിക് മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. താങ്ക് യു സേഫ് സാർ. താങ്ക് യു ഓൾ. Thank you. Thank you, sir.